ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാറീബ് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ആദ്യത്തെ 3 മാസം. ഓക്കെ, 3 മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. സോ നമ്മൾക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്യാനും എനിക്കും ഈസി ആയിരിക്കും, നിങ്ങൾക്കും അതാണ് ഈസി. സോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പൈൽ നമുക്ക് നോക്കാം. ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് വരാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾ, അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് വാൺസ്, കിങ് ഓഫ് വാൺസ്, പേജ് ഓഫ് വാൺസ്, സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, ഡെവിൾ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇവിടെ എന്തുമാത്രം പോസിറ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ മടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ തന്നെ മാറ്റിയെടുത്ത ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഉറച്ച് വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് കൂടെയുണ്ട്. എന്ത് സിറ്റുവേഷൻ ആയാലും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാനുള്ളൊരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ആരാണ് തരുന്നത്? യൂണിവേഴ്സായിട്ട് ആ ഒരു സ്ട്രെങ്ത്ത് തരുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഓക്കെ, ഇപ്പോഴും ഞാൻ 111 കണ്ടു, ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ തുടക്കം തന്നെയാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. സോ അത് തന്നെ, ആ ഒരു കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് വേസ് എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷനോ ജോലി ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൻറ്റിക്കിൾസ് ആണ്, ഏസ് ആണ്. സോ അതിലൊരു പുതിയ തുടക്കം, കരിയർ വൈസ് ഒരു പുതിയ തുടക്കമോ നല്ലൊരു ജോലി, എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത 3 മാസത്തിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചോളൂ. നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിന് ശേഷമുള്ള 3 മന്ത്സിൽ തന്നെ ആ ഒരു സ്ട്രെങ്ത്, ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്, അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ യൂണിവേഴ്സ് കൂടെയുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനോ, കടങ്ങളുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാനോ, മെറ്റീരിയലിസ്റ്റിക് അബൻഡൻസ് ഉണ്ടാകാനും, നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനും, ഒരു ട്രാവൽ, നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഉറച്ച് തന്നെ വിശ്വസിച്ചോളൂ. ലോട്ടസ് അഫർമേഷൻ നിങ്ങൾക്ക് നല്ലതാണ്. പോസിറ്റീവായിട്ടിരുന്നോളൂ. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാം. അടുത്തതായിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് കപ്പാണ്. ഓക്കെ, സോ ഈ ഒരു കാർഡ് തന്നെ കണ്ടില്ലേ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സൗമ്യമായി പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു ടോക്സിക് ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു കാർമിക്കൊന്നുമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഹരിച്ച് സമാധാനവും സന്തോഷവും വന്നു ചേരുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഒരു കല്യാണമൊക്കെ നോക്കുന്നവർക്ക് അടുത്ത സമയത്തായിട്ട് തന്നെ, മേ ബി ഒരു 3 മന്ത്സിൽ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടാനുള്ളൊരു ചാൻസും കാര്യങ്ങളും അത് ഫിക്സ് ആകാനും എൻഗേജ്മെൻറ്റിലേക്ക്
അവസ്ഥയിലേക്ക് പോകാനും അങ്ങനെയുള്ളൊരു ചാൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരുന്നോളൂ. ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി, ഒരു സ്ട്രെങ്ത് യൂണിവേഴ്സായിട്ട് തരും. അതാണ് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് പൈലിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സാണ് തരുന്നത്. ഓക്കെ, നിങ്ങളെ ബ്ലെസ്സിങ്സിലോട്ട് കൊണ്ടുപോകുന്നത്, നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നല്ലൊരു കാര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് ആണെങ്കിലും. ആൻഡ് അടുത്തതായിട്ടും 6 ഓഫ് വാൺസ്, അതേപോലെ തന്നെ കിങ് ഓഫ് വാൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 കാർഡ് തന്നെ കണ്ടില്ലേ? എനിക്ക് ആ 2 കാർഡ്സും കാണുമ്പോൾ ഫസ്റ്റ് തന്നെ അതിന് ഒരുപാട് മീനിങ് ഉണ്ടെന്നാലും ഒരു കപ്പിൾസിനെയൊക്കെ കാണിക്കുന്നു. എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലൊരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു സെപ്പറേഷനൊക്കെ വന്നിട്ടുണ്ട്, മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കും പല റിലേഷൻഷിപ്പും ഒരു റീകൺസിലേഷൻ, റീയൂണിയനിലേക്കും പോകുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യും. ഇവിടെ ഈ ഒരു ടോപ്പിലെ കാർഡ് കണ്ടില്ലേ? സെക്കൻഡ് 6 ഓഫ് വാൺസ് ആണ്. അതായത് ഒരു ലേഡി കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരു പിക്കാണ് നമ്മൾക്ക് ആ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ആ ഒരു ഫേസിൽ തന്നെ ആ ഒരു ബോൾഡായിട്ടുള്ളൊരു ലേഡീനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ആൻഡ് അതേപോലെ 6 ആണ് അവിടെ നമ്പർ. 6 ഓഫ് വാൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. 6 എന്ന് പറയുമ്പോൾ 6666 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കുറച്ചും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്. ഓക്കെ, നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക, നമ്മൾക്ക് എന്തെങ്കിലും എയിം, കാര്യങ്ങൾ, കരിയർ, അങ്ങനെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നൊരു മെസ്സേജ് കൂടി ആ ഒരു കാർഡിലുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ബാക്കി റിലേഷൻഷിപ്പിൻ്റെ എല്ലാം പുറകെ പോകാതെ, അത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പേഴ്സണ് കുറച്ച് സമയം ആവശ്യമാണ് അല്ലേ, ഒരു 3 months എങ്കിലും മിനിമം ആവശ്യമാണ്. ആ സമയം അനുവദിച്ചു കൊടുക്കുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നൊരു മെസ്സേജാണ്. എത്ര മനോഹരമായാണ് ഓരോ കാർഡും നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് ഓരോ പിക്ചറിലൂടെയും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ പേജ് ഓഫ് വാൺസ് ആണ് അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ളത്. ആൻഡ് സ്ട്രെങ്ത് കാർഡ്, അതും പറയേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിൽ മുറുകെ പിടിക്കുക, ആ ഒരു ട്രസ്റ്റ് വിടാതിരിക്കുക. ഞാൻ കഴിഞ്ഞ റീഡിങ്സിലെല്ലാം തന്നെ കുറേ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് കമൻറ്റ് സെക്ഷനിൽ, ഞാൻ ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല, അത് ആരാണെന്ന് എനിക്കറിയില്ല. മിക്ക വീഡിയോസിൻ്റെ താഴെയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. സോ ആ ഒരു വ്യക്തിയോടാണ് വിഷമിക്കേണ്ടതായിട്ടില്ല. ഫസ്റ്റ് തന്നെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു നെഗറ്റീവ്, നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നടക്കുന്നുണ്ട്. ഈ കാണുന്ന നിങ്ങളും അതേപോലെ തന്നെ ഞാനും എൻ്റെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ കിട്ടണമെന്നില്ല അല്ലേ. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ, അതേപോലെ തന്നെ കാണുന്ന നിങ്ങളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം മേ ബി. സോ അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് തരുന്നു. അഫർമേഷൻസും മെഡിറ്റേഷനും കാര്യങ്ങളും ആർക്കാണ് പ്രശ്നമില്ലാത്തത്, പക്ഷേ അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നാൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ ആ ഒരു നെഗറ്റീവായിട്ട്, അതായത് ഞാൻ ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല എന്ന് കോമെൻ്റ് ഇടുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു അഫർമേഷൻ പോലെയാണ് വരുന്നത്. ഓക്കെ, അതിന് പകരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും. പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങാൻ നോക്കൂ. എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താനായിട്ട് ശ്രമിക്കൂ. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു തുടങ്ങും. ഓക്കെ, സോ പലരും ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കും, എല്ലാം കിട്ടണമെന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ടേക്ക് പോവുക. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നടന്നവരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ A to Z എല്ലാം നടന്നവരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടങ്ങളും കാര്യങ്ങളും അത് ജീവിതത്തിലൊരു പാഠമാണല്ലേ. സോ ഇന്ന് മുതൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ താങ്കൾ കുറേയും കൂടി ഒരു നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ്.
സോ നമ്മൾക്ക് ബാക്കി റീഡിങ്ങിലേക്ക് വരാം. നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിനെ മുറുകെ പിടിക്കുക, ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾക്ക് സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് 8 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്രണയം അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നൊരു സിറ്റുവേഷൻ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ആഗ്രഹിച്ചിട്ടും കിട്ടാതെ മാറി നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനോ വിട്ടുകൊടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനൊക്കെ പലരുടെയും ജീവിതത്തിൽ ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കാൻ നമ്മൾക്ക് പറ്റില്ലല്ലേ, മുന്നോട്ടേക്ക് പോയേ പറ്റുള്ളൂ. അതിലും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. ചില കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് വിട്ടുകൊടുത്തേ മതിയാകൂ. അത് നമ്മൾക്ക് നല്ലതല്ലായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നും എന്തെങ്കിലും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ അതിൽ മുറുകെ പിടിച്ച് നിങ്ങൾക്ക് ബാക്കി വരേണ്ട കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും എല്ലാം വിഷമിപ്പിക്കാതിരിക്കുക. അടുത്തതായിട്ടും 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മേ ബി പലരും പല കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഈ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പോ ഫാമിലി ഇഷ്യൂസോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളെ മാനസികമായി എന്താണോ തളർത്തുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. അതായത് ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമയിൽ നിന്നും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. ചിലരുടെ കേസിൽ ഈ ഒരു 3 months എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് ട്രോമ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. ആരുടെയെങ്കിലും മരണങ്ങളോ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സെപ്പറേഷനോ ആ ഒരു പേഴ്സണെ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ചിലരുടെ കേസിൽ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന 3 മാസമാണ്. അത് നിങ്ങൾ ഒട്ടും പാഴാക്കാതെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, ആൻഡ് അടുത്തതായിട്ടും ഡെവിൾ കാർഡ് ആൻഡ് ദ മജീഷ്യനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നുണ്ട്. ഓക്കെ, ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾക്ക് യൂണിവേഴ്സിലൊരു ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെയും തടഞ്ഞ് നിർത്താൻ സാധിക്കില്ല. നമ്മളുടെ എല്ലാ ഡ്രീംസും നമ്മൾക്ക് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പ്രാർത്ഥന നിർത്താനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് കുറേ ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം വന്ന് തുടങ്ങും. ഓക്കെ, സോ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, പിന്നെ അത് നിർത്തി, അതിൽ കാര്യമില്ല. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സോ അതിൽ കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. നമ്മൾക്ക് ഒരു വ്യക്തിക്കും നമ്മളെ എങ്ങും തടഞ്ഞു നിർത്താനോ ആ ഒരു നെഗറ്റിവിറ്റി കാരണം സ്റ്റക്ക് ചെയ്ത് നിർത്താനോ സാധിക്കില്ല. ഇപ്പോൾ ബ്ലാക്ക് മാജിക് ആയിക്കോട്ടെ, നമ്മൾക്ക് അതിലും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട്, ഓറ പവർ ഉണ്ടെങ്കിൽ നമ്മളെ ഇതൊന്നും ബാധിക്കില്ല. ഓക്കെ, ആൻഡ് അടുത്തതായിട്ടും മജീഷ്യൻ കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. നോർമലി ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ കൂടി സൂചിപ്പിക്കുന്ന കാർഡാണ് കേട്ടോ. ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. ബോട്ടം ഓഫ് ദി ഡെക്ക് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന കാർഡ് കൂടിയാണ്. അത് മജീഷ്യനാണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 1 ആണ്. 1111 സൂചിപ്പിക്കുന്നു, പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു. മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഉറച്ച് ട്രസ്റ്റ് ചെയ്തോളൂ. ആ ഒരു ട്രസ്റ്റാണ് വേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഹാർഡ് വർക്കും ഓക്കെ, നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും സ്ട്രഗ്ലിംഗ് ഫേസിൽ ആരാണ് കൂടെയുള്ളത്? യൂണിവേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ടതായിട്ടില്ല. സോ നിങ്ങൾ എഴുതിയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഹലോ സെക്കൻഡ് പൈൽ. അപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റിക്കിൾ, 7 ഓഫ് കപ്പ്, അതേപോലെ ഹെർമിറ്റ്, ആൻഡ് കിട്ടിയിട്ടുള്ളത് എംബ്രർ കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾ, പേജ് ഓഫ് കപ്സ്, ടെംപറൻസ് ആൻഡ് കിങ് ഓഫ് വാൻസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരുപാട് അവസരങ്ങൾ, നിങ്ങൾ എന്തിലാണോ അവസരങ്ങൾ തേടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഓരോ വഴികൾ തെളിഞ്ഞു വരുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് മേ ബി ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഉത്തരം കിട്ടാനുണ്ടായിരിക്കാം. മുന്നോട്ടേക്ക് എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കാം. സോ ഒരുപാട് വഴികൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തുറന്നു തരും. അടുത്ത 7 ആഴ്ച, ഓക്കെ, ഒരു 2 months 3 months ആ ഒരു ഗ്യാപ്പിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തോളൂ, മാനിഫെസ്റ്റ് ചെയ്തോളൂ.
നല്ലൊരു ജോലിക്കായിക്കോട്ടെ, നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സിറ്റുവേഷനും സ്റ്റുഡൻസിനൊക്കെ അഡ്മിഷൻ ആയിക്കോട്ടെ, അടുത്തൊരു കോഴ്സോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ, പുറത്തേക്കൊക്കെ പോകാനോ ട്രാവലിന് വേണ്ടിയിട്ടോ, ജോലിയിലൊരു മാറ്റമോ പ്രൊമോഷനോ ബിസിനസ്സോ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും 7 വീക്സ് ആണ് എനിക്കിവിടെ എടുത്തു കാണിക്കുന്നത് കേട്ടോ. എന്നാലും ഇത് 3 months റീഡിംഗ് ആണ്. 7 വീക്സിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം വരും. 7 days 7 weeks. സോ പോസിറ്റീവായിട്ടിരിക്കുക എന്നതാണ് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അവസരങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടും, അതേപോലെ ഏറ്റവും നല്ലത് ഏതാണ് എന്നത് ഒന്നും കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കാം. ഓക്കെ, എടുത്തു ചാടി ഒരു തീരുമാനങ്ങളിലേക്കും പോകാതിരിക്കുക. അവസരങ്ങൾ വരുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഒരു അടുത്തൊരു കോളേജോ കാര്യങ്ങളോ സ്റ്റഡീസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഏതാണോ, നിൽക്കാനും സ്റ്റേയും കാര്യങ്ങളും എല്ലാം തന്നെ എബ്രോഡ് ആണെങ്കിലും ഏത് സ്ഥലം വേണം, എന്തൊക്കെ ചെയ്യണം, ഏതാണ് നിങ്ങളുടെ കരിയറിന് ഏറ്റവും ബെറ്റർ എന്നൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഒരു ഷിഫ്റ്റിംഗ്, ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ഫാമിലി ആയിട്ടൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്. ആൻഡ് അടുത്തതായിട്ട് ഇപ്പോൾ ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നുണ്ട് കേട്ടോ. ആരെങ്കിലുമായിട്ടൊരു വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ വഴക്കോ ഉണ്ടായിട്ടുണ്ട്. ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ജോലി സ്ഥലത്തെ ആരെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കാം. ഒരു പിണക്കം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, സെപ്പറേഷനോ നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫോ റിലേഷൻഷിപ്പിലോ അതൊക്കെ നിങ്ങൾക്കിവിടെ എന്താ പറയുക, ഒരു റീകൺസിലേഷൻ റീയൂണിയനിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ചെറിയൊരു പിണക്കങ്ങളും വാശി, ആ ഒരു ചെറിയ ഇഷ്യൂസൊക്കെ മാറി പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് സ്നേഹത്തിൽ ഈ ഒരു 3 monthsൽ തന്നെ ഒരു റീകൺസിലേഷനും റീയൂണിയനും ആ വ്യക്തികളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും പോകുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾക്ക് ആരോടും ഒരു ദേഷ്യമോ കാര്യങ്ങളോ പകയോ അങ്ങനെയൊന്നും നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. സോ തീർച്ചയായിട്ടും അവരുമായിട്ട് സ്നേഹത്തിൽ സൗമ്യമായി തന്നെ മുന്നോട്ടേക്ക് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് പോകാനായിട്ട് സാധിക്കും. ആൻഡ് അടുത്തതായിട്ട് 8 of Pentacles കിട്ടിയിട്ടുണ്ട്, 7 of Cups ആൻഡ് ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില സമയത്ത് ഒറ്റയ്ക്കായി പോയി എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാത്തിനും ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ആവാനുള്ളൊരു ചാൻസും ഉണ്ട്. നിങ്ങളുടെ പെങ്ങളോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, വൈഫായിരിക്കാം, കുട്ടിയായിരിക്കാം. ഓക്കെ, കുട്ടികളും നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ജീവിക്കണം എന്നൊരു തോന്നൽ വരുത്തും തീർച്ചയായിട്ടും, അല്ലേ? സോ അങ്ങനെ ഒരു ഫെമിനൈൻ എനർജി ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാരോ കാർഡ് റീഡർ ആയിരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും അടുത്തത് എന്ത് ചെയ്യണം, എന്താകും, ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കാം. സോ തീർച്ചയായിട്ടും ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് അതിൽ കൂടുതലുണ്ട്. പിന്നെ എന്തിന് ഭയക്കണം, ടെൻഷൻ ആകണം? ആ ഒരു സ്ട്രെസ്സിൻ്റെ കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, ഗ്രീൻ താര മന്ത്ര കേൾക്കാം, റേക്കി ഹീലിംഗ് ചെയ്യണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പോൾ 2025 സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് റേക്കി ഹീലിംഗ് സ്ലോട്ട് വരുന്നുണ്ട്. സോ ആർക്കെങ്കിലും റേക്കി ഹീലിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അതേപോലെ ജോലിയിലൊരു മാറ്റം, നിങ്ങൾ കുറേയും കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അതെനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ ആ ഒരു ഉറച്ച തീരുമാനവും അതിന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനും അതിന് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത്തും ഹെൽത്തും തരുന്നൊരു സിറ്റുവേഷനും കാണിക്കുന്നു. ഹെൽത്ത് ഇല്ലെങ്കിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ജോലി ചെയ്യാനോ മെൻ്റലി ആണെങ്കിലും നമ്മൾ ഡൗൺ ആയി പോകും, അല്ലേ? സോ ഹെൽത്ത് ഇവിടെ ഓക്കെ ആക്കി വെക്കുക എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു ഹെൽത്തിന് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും, നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും. ഓക്കെ, സോ എന്തെങ്കിലും ഹെൽത്ത് വൈസ് ഇഷ്യൂസൊക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ചൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഇവിടെ കാണിക്കുന്നില്ല. കറക്റ്റ് സമയത്ത് ഉറങ്ങാതെയും ഫുഡ് കഴിക്കാതെയും അങ്ങനെ ഉള്ള ഇഷ്യൂസ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങളായിട്ട് തന്നെ വരുത്തി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ലൈഫ് സ്റ്റൈൽ കാരണം വരുന്ന ടെൻഷൻ കാരണം വരുന്ന കുറച്ച് മാറ്റങ്ങൾ കാരണം അസുഖങ്ങൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ.
അടുത്തതായിട്ട് 4ന് ഇവിടെ ഭയങ്കര പ്രാധാന്യം ഈ ഒരു സെക്കൻഡ് പൈലിൽ കാണിക്കുന്നുണ്ട്. 444444 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിന്. സോ അതൊരു സ്റ്റെബിലിറ്റിയും, അതായത് ഇവിടെ എംബ്രറും അതേപോലെ 4 ഓഫ് പെൻറ്റിക്കിളും കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ വരവിൽ കൂടുതൽ ചിലവ് എന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. കുറച്ചൊന്ന് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതേപോലെ 444444 എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഏഞ്ചൽ നമ്പറാണ്. എവിടെ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഏത് രീതിയിലാണോ ഒരു സ്റ്റെബിലിറ്റി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചിലർക്ക് ക്യാഷ് ഫീസ് ആയിരിക്കാം, ചിലർക്ക് ഫാമിലി ഇഷ്യൂസ് ഒന്ന് സോൾവ് ആയാൽ മതി എന്ന് മാത്രമായിരിക്കാം, ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വരണം എന്നുള്ളതായിരിക്കാം. സോ വാട്ടെവർ അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും, നിങ്ങൾക്കത് വിഷ് ചെയ്യാം, അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും എന്നതാണ് യൂണിവേഴ്സായിട്ട് തരുന്ന സൈനാണ് കേട്ടോ. അതേപോലെ പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്. ക്ഷമ ഇവിടെ അത്യാവശ്യമാണ്. 2025 ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് എന്ത് അത്യാവശ്യമാണ്? ക്ഷമ അത്യാവശ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻസ് ഒരുപാടുണ്ട്, അവസരങ്ങൾ ഒരുപാട് വന്നു ചേരും. എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകരുത്. ഏതാണോ ബെറ്റർ എന്നൊന്നോ 2 3 തവണയൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, സോ ക്ഷമ ഇവിടെ അത്യാവശ്യമാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷനും കാര്യങ്ങൾ യോഗയൊക്കെ തന്നെ മതിയാവും, അതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. നാക്കിനെ കൺട്രോൾ ചെയ്യുക, എന്തെങ്കിലും പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ഷമ ഇവിടെ അത്യാവശ്യമാണ്. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കണം എന്ന് വിചാരിച്ചാൽ മേ ബി അത് നടക്കില്ല അല്ലേ. സോ അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാനും തയ്യാറാവണം. ജീവിതത്തിൽ എല്ലാ സമയത്തും എല്ലാം പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. സോ ഒന്ന് വെയിറ്റ് ചെയ്യാനും, വെയിറ്റ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സോ അതിന് നിങ്ങൾ തയ്യാറാകണം. യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് എനർജി വരുന്ന സമയത്ത് ദൈവമില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സില്ല, യൂണിവേഴ്സൽ എനർജി ഇല്ല, അങ്ങനെ ഒന്നുമില്ല, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പാടില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നതായിട്ടും വീണ്ടും സംസാരിക്കണം എന്നൊരു തോന്നൽ വരുന്നതായിട്ടും ആ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നിങ്ങളെ തന്നെ തിരിച്ചു വേണമെന്നൊരാഗ്രഹം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്നതായിട്ടും നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റി, ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഓക്കെ, നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേസമയം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനോ അങ്ങോട്ടേക്ക് പോയി എന്തെങ്കിലും മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ പോവുകയാണെങ്കിൽ ഇതൊരു വീണ്ടും ഒരു ലാഗ് ആവുന്ന ഒരു സിറ്റുവേഷൻ, വീണ്ടും ഒരു വെയിറ്റിംഗ് എനർജി കൂടുന്നതായിട്ടും കാണാൻ പറ്റുന്നു. അതായത് 3 മാസത്തിൽ നടക്കേണ്ട കാര്യം 6 7 മാസം എടുക്കാം. സോ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന കണക്ഷനാണ്, ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ ആ ഒരു പേഴ്സണ് നിങ്ങളെ പറ്റി ഉള്ള ഓർമ്മകൾ ഭയങ്കരമായിട്ട് വരുന്ന 3 മാസമാണ് സമയം അനുവദിച്ച് കൊടുക്കുക. അവിടെയും ഞാൻ പറയുന്നു, ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല, റഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആ ഒരു വെയിറ്റിംഗ് എനർജി നല്ലതാണ്. ചില സമയം നമ്മുടെ ലൈഫിൽ ആ ഒരു വെയിറ്റിംഗ് എനർജി വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, അതൊന്നും മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് കിങ് ഓഫ് വാൻസ് ആൻഡ് 3 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ട്രോമ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എനിക്കാരുമില്ല എന്നൊരു തോന്നലൊന്നും, അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് സോഡ്സ് ആണ്. ഒരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത്, ബോട്ടം ഓഫ് ദി ഡെക്ക് ഞാൻ ഫസ്റ്റ് പൈലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചറിനെ കൂടി കാണിക്കുന്ന കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇവിടെ നമ്മൾക്ക് 3 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഹൃദയത്തിൽ ഒരു വേദന വന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. റേക്കി ഹീലിങ്ങോ മെഡിറ്റേഷനോ കാര്യങ്ങളോ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനിയും നമ്മൾക്ക് 2025 ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ ആവശ്യമില്ല. ഓക്കെ,
അതിനെയും മുന്നോട്ടേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ പല രീതിയിലും ബാധിക്കും. മേ ബി റിലേഷൻഷിപ്പിലോ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അത് പറ്റാതെ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുൻപ് പോയിട്ടുള്ളൊരു വ്യക്തിയെ പറ്റി ആലോചിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ ജോലി നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളെ ഇപ്പോഴും അലട്ടുന്നുണ്ടായിരിക്കാം. അത് നമ്മൾക്ക് ഇനിയും മുന്നോട്ടേക്ക് വേണ്ട, അതെല്ലാം കഴിഞ്ഞു പോയി എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക. മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ പ്രാക്ടീസ് ചെയ്യുക, യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക, ലോട്ടസ് അഫർമേഷനോ ഗ്രീൻ ധാര മന്ത്രയൊക്കെ എന്തുകൊണ്ടും നല്ലതാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഓക്കെ, ജാതി മതം അങ്ങനെ ഒന്നുമില്ല, യൂണിവേഴ്സൽ എനർജി. സോ നിങ്ങൾ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സൽ അതിന് അനുസരിച്ച് ഒരു റിസൾട്ട് തരും. സോ ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡ് 3 ഓഫ് സോഡ്സ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുന്നോട്ടേക്ക് നിങ്ങൾ അത് നമ്മൾക്ക് ഒരു ദിവസം പോലും ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.